എയ്മൻ TV നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ. സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്. ആമേൻ TV നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം, കേരള. ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിഥ്യാന്യന്റെ കയ്യിൽ ഏൽപ്പിക്കും. നക്കി കുടിക്കുന്നതും പിന്നെ മറ്റേ രീതിയിൽ ഏത് വാക്യമാണ് പറഞ്ഞത്? കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിക്കുവാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. ജോസഫ്, നിങ്ങൾ ദേവദാസന്മാർ ആൻസർ പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും ആൻസർ പറയാതെ. എഴുന്നേറ്റ് 300 പേരെ അവിടെ മുട്ടുമേൽ നിർത്തി. അതായത് യുദ്ധത്തിന് പോകുന്ന ആളുകൾ എപ്പോഴും ശത്രുവിനെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കി വേണം യുദ്ധം ചെയ്യുവാൻ എന്നാണ് വിശുദ്ധ വേദപുസ്തകം എനിക്ക് ഈ എളിയവൻ വായിച്ചപ്പെടുന്നത് മനസ്സിലായത്. എന്നാൽ അരക്ക് ആ ആയുധം കെട്ടിയിട്ട് മുട്ടുമേൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരി ഇങ്ങനെ നക്കിക്കുമ്പോൾ ദൂരത്ത് നിന്ന് നിൽക്കുന്നതായ ശത്രുവിനെ കാണുവാൻ ഇടയായിത്തീരും. അപ്പോൾ ആ ജാഗ്രതയോടെ അത് ചെയ്യുവാൻ കർത്താവ് കൽപ്പിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവര് ശത്രുവിനെ ശ്രദ്ധിക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അത്ര വളരെ ജാഗ്രതയോടുകൂടി തന്നെ ശത്രുവിന് നേരെ നിൽക്കണമെന്നാണ് അവിടെ കാണിക്കുന്നത്. ആ താഴ്മയെ കാണിക്കുന്നതാണ്. ദേവദാസൻ നേരത്തെ ഈ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു മെസ്സേജിൽ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പേര് പറഞ്ഞ് ആൻസർ പറഞ്ഞാട്ട് അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിന് വേറെ ഇത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഷിബു, ഒന്ന് ദേവദാസൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെങ്കിൽ പറഞ്ഞാട്ടെ. ഇത് എന്നോട് വന്നിരിക്കുന്ന ഒരു യുദ്ധത്തിന് വന്നിരിക്കുക ഇല്ലേ? അപ്പൊ എപ്പോഴും ഒരു യുദ്ധം മുന്നിൽ കണ്ടാ നിൽക്കുന്നവര്. അപ്പൊ നക്കി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ വെള്ളം കോരി കയ്യിലെടുത്തിട്ട് ഇവന് ശ്രദ്ധ ശത്രു വരുന്നുണ്ടെന്നുള്ള. മറ്റത് വന്നിട്ട് കുമ്പിട്ട് കിടന്ന് ആ വെള്ളത്തിന് മാത്രം ശ്രദ്ധയാണ്. ഇത് വെള്ളത്തിലല്ല, യുദ്ധത്തിനാണ് ശ്രദ്ധ. അങ്ങനെയുള്ളവനെ കൊണ്ടുപോയാലേ യുദ്ധം നടക്കുകയുള്ളൂ. ഇല്ല, യുദ്ധം കാണുമ്പോൾ ഇവര് മടങ്ങിപ്പോകും. അപ്പൊ ഇങ്ങനെയുള്ളവനെ മാത്രം വേർതിരിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. പട്ടി നക്കി കുടിക്കുന്നവർ കുമ്പിട്ടുന്ന മുൻവശം ശത്രുവിനെ കാണാൻ കഴിയത്തില്ല. ഈ വെള്ളത്തിലാണ് പരാക്രമം. അല്ലെങ്കിൽ ആത്മീയ വശത്ത് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. ഇന്നത്തെ അതനുസരിച്ച് നോക്കുമ്പോൾ നാം ദൈവത്തെ സേവിക്കാനും ദൈവത്തിൽ വളരുവാനും നമ്മളെ വിളിച്ചേക്കുന്നത്. അതേസമയം ശത്രുവിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ദൈവജനത്തെ വിടുവിക്കാനും കൂടെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ കാര്യത്തിൽ നടക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ സെൽഫിഷ് മെൻറ്റാലിറ്റിയോട് ഇരിക്കാനല്ല. ഇത് രണ്ടും അനുസരിക്കുന്ന ഒരു കൂട്ടരെയാണ് ദൈവത്തിന് ദൈവവേലയ്ക്ക് വേണ്ടിയത്. ഒന്ന് തന്നെത്താൻ സൂക്ഷിപ്പിക്കുന്ന ഒരാളെയും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരെ വിടുവിക്കാനുമാണ് യുദ്ധവീരന്മാരാക്കി നമ്മളെ ആക്കിയിരിക്കുന്നത്. ഞാൻ ഇന്നത്തെ പ്രാക്ടിക്കൽ രീതിയിൽ എനിക്ക് തന്ന നോളജ് അനുസരിച്ച് അതിന് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്ന് നിങ്ങൾ തന്നെ ഗ്രഹിച്ച് പറഞ്ഞാൽ മതി. ഞാൻ പണ്ഡിതനൊന്നുമല്ല. എന്നാൽ ഇന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഴയ നിയമത്തിലെ കാര്യം പറയാനല്ല, പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്നുള്ള കാര്യമാണ്. അന്നേരം നമ്മൾ സെൽഫിഷായിട്ട് ഞാൻ ഭക്തനായിട്ട് പോയി ഹിമാലയത്തിലിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കത്തില്ല. അവിടെ ഭക്തനായിരിക്കല്ല, ഈ അശുദ്ധിയായിട്ട് കിടക്കുന്നിടത്ത് ഭക്തനായി ഇരുന്നു കൊണ്ട് സൂക്ഷ്മതയോടെ എന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം പണിയപ്പെടുന്ന ഒരാളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ.
ആ പണിയപ്പെടുന്ന ആൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. എല്ലാവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നവനാണ്, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളായിരിക്കണം. ദൈവഹിതപ്രകാരം ദൈവവചനം അനുസരിക്കുന്നവനായിരിക്കണം. ദൈവഹിതപ്രകാരം മറ്റുള്ളവരെ വളർത്താനും ദൈവഹിതപ്രകാരം അനേകരെ വിടുവിക്കാനും ആ താല്പര്യമുള്ളവനായിരിക്കണം. ആ ആളിനെ യുദ്ധത്തിന് കൊള്ളത്തുള്ളൂ. ഇന്ന് ഞാൻ ആത്മീയ ഒരു വശം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ജയിക്കാൻ വന്നു. ശത്രു നമ്മളെ വന്ന് ജയിച്ചു കഴിയും. മതിൽ പണിയുമ്പോൾ താത്തു വെക്കുന്നില്ല. അത് തന്നെയാണ്, അതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ നിന്നാട്ടോ ഇനിയും ചോദ്യം ചോദിക്കുന്നവർ, സമയം നിങ്ങൾ കളയാതിരിക്കാനാണ് ഞാൻ വരുന്നത്. അടുത്ത ആരെങ്കിലും ചോദിക്കാമോ? ഇതിപ്പോൾ വ്യക്തമാണ്, ക്ലിയർ ആണ്. അപ്പോൾ എല്ലാവരും സ്തോത്ര കാഴ്ചയും ദശാംശമൊക്കെ അല്ലെങ്കിൽ ഓഹരിയൊക്കെ തരുമ്പോൾ എല്ലാവരോടും വാങ്ങിക്കുന്നുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ട് ചില ആളുകളെയൊക്കെ എനിക്കറിയാം, അവരെങ്ങനെയാണ് ആ പണം ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാം. എന്നാൽ അവർ ഇത് തരുമ്പോൾ, ആളുകളുടെ മുമ്പിൽ വെച്ച് എല്ലാവരും തരുമ്പോൾ, എനിക്ക് തൻ്റെ കാശ് വേണ്ടോ, താൻ നേരെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് ആ ദൈവവചനം നമുക്ക് ലഭിച്ചതായ വെളിപ്പാടനുസരിച്ച് സഭയിൽ സംസാരിക്കുകയും അപ്രകാരം അവർ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നത് ഈ പരീക്ഷണ ഘട്ടം എങ്ങനെ തരണം ചെയ്യും? അത് ഞാനൊരു ദൈവദാസൻ്റെ കൂടെ ആയിരുന്നപ്പോൾ, പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് തന്നെ ആ ദൈവദാസന് എന്നോട് ചോദിച്ച കാര്യം. ദൈവദാസൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെങ്ങനെ മേടിക്കുകയായിരിക്കും? ഞാൻ പറഞ്ഞു, നമ്മൾ അവരെ പബ്ലിക്ക് കളിയാക്കേണ്ട ആവശ്യമില്ല, അത് അന്നേരം മേടിക്കുക. തിരിച്ചു കൊടുക്കാവുന്നവരാണെ തിരിച്ചു കൊടുക്കുക. കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ പൈസ മേടിക്കാറില്ലെന്ന് അവരോട് പേഴ്സണലായിട്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാവുന്നവരെ തിരിച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആ ദൈവദാസൻ ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പേര് പറയുന്നില്ല, കാര്യം ആ ദൈവദാസൻ ചെയ്ത അനേക ചെക്കുകൾ കിട്ടിയത് എല്ലാം അവിടെ വെച്ച് തന്നു. ഇവർ പിന്നെ ഇത് ഓർക്കുകയില്ല, ഒന്നും എടുക്കുകയില്ല. അത് വെച്ചിരുന്ന് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ അത് പോയി. ദൈവഹിതമായിട്ട് തിരിച്ചു കൊടുക്കാവുന്നത് അവരെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പണത്തിന് വേണ്ടിയല്ല ഈ സുവിശേഷകരണം ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള ആഗ്രഹത്തിന് അത് പറഞ്ഞു കഴിയുമ്പോൾ സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാവും. സാധാരണപ്പെട്ടവർ അല്ലെങ്കിൽ ഇവർ തരുന്ന അകത്തുള്ളവർ ഞങ്ങൾ ഈ ഹ്യൂസ്റ്റണിൽ ആ ദൈവദാസന് ഞാനിങ്ങോട്ട് ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ആ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവ് കള്ള് ബിസിനസ്സായിരുന്നു. കള്ള് ബിസിനസ് ആകുമ്പം ഭർത്താവിൻ്റെ പണങ്ങൾ അവർ കൊണ്ടുവരുന്നു. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൊണ്ടുവന്ന് പറഞ്ഞാൽ സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കി, സഹോദരി തരുന്നത് മേടിക്കേണ്ടത് ഞങ്ങളുടെ കാര്യമാണ്. സഹോദരിയെ ദുഃഖിക്കാനല്ല. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് ഇപ്പോൾ കള്ളിൻ്റെ പണം വരുന്നത് ശരിയാണെന്നോ ഇല്ലയോ സഹോദരി ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞു. സഹോദരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരിയാ, ഞാൻ ആ പണം തരുന്നില്ല, സത്യമായിട്ടുള്ള പണം തന്നെ സ്വീകരിക്കാമോ, ഒരു പൈസയുള്ളതിലും അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ആ ചർച്ച വന്നുകൊണ്ടിരുന്ന സഹോദരിയാണ്. മറ്റേത് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ദൈവം അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. പറഞ്ഞു നോക്കിക്കാട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സൗമ്യതയോട് പറയണം. അവരെ കണ്ടം ചെയ്യരുത്. പിന്നെ സമുദായക്കാരുടെ ഇടയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന്
ഇന്ന് ആ ദൈവദാസൻ അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുടെ പേര് ഞാൻ പറയില്ലെന്ന്. കാര്യം ആ ബിൽഡിങ്ങും കാര്യങ്ങളും കൂടിയാണ്, ചിലവുകൾ കൂടി, അതിൽ നിന്ന് വഴിയിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ വേണ്ടാത്തതെല്ലാം വലിച്ചു വെച്ചുകൊണ്ടാണ് ആ ചിലവ് കൂടിപ്പോയത്. അന്നേരം ആ പടി നിൽക്കാത്തതുകൊണ്ട് മാറിപ്പോയി. ഇനി ആരെങ്കിലും കമത്തി വീഴ്ത്തിയാൽ മാത്രമേ ആ ബിൽഡിങ് നിൽക്കാനൊക്കത്തുള്ളൂ. അന്നേരം അതിൻ്റെ അർത്ഥമല്ല, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരമല്ലാത്തത് യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിയാത്തതൊന്നും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കത്തില്ല, ഇതിനോട് വരുന്ന പോംവഴികളും ഞാൻ നിങ്ങൾക്ക് ഒരുക്കും. അന്നേരം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ദൈവം ഏതെങ്കിലും കാര്യങ്ങൾ ഒരുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ്. ഇത്രയും മറുപടി പറയാനേ ഉള്ളൂ. നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ പിന്നെ അത് പറയാം. പെട്ടെന്ന് ചോദിച്ചോട്ടെ, പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ചോദ്യം. ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ആത്മജീവിതത്തിൽ ആളുകൾ വഴി തെറ്റുന്നത് പ്രവാചകന്മാർ പ്രവചിച്ചോരും എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവചിച്ച് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് പലരോടും. അപ്പം അത് ഓർത്തിരിക്കുന്ന കുറേ പേരുണ്ട്. എന്നാൽ പ്രവചനം സത്യമാണോ അല്ലയോ? പ്രവചനം സത്യമാണോ ഇല്ലയോ എന്ന് ബിനുവിനെ പാപത്തിൽ നിന്ന് ദൈവത്തിലേക്ക് നടത്തുന്നത് സത്യമായിരിക്കും കൂടുതൽ. പാപത്തിലേക്ക് നയിക്കുന്നതൊന്നും സത്യമായിരിക്കത്തില്ല. അതേ കോമണായിട്ട് പറയാനൊക്കത്തുള്ളൂ. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എന്ത് പറയുമെന്ന് ഞാൻ പ്രവചിക്കാനൊക്കത്തില്ല. ഇവിടെ നിന്ന് ആത്മീയ വർധനവ് വരുത്തുന്നതാണെങ്കിൽ, കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളവന് നമ്മൾ ആഗ്രഹിച്ച ഒരാളുടെ അടുക്കെ പോവുകയാണെങ്കിൽ അത് തന്നെ അവൻ പറയും. അത് എന്നാലും നമ്മൾ പ്രവചനത്തിനായിട്ട് എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഓടേണ്ട കാര്യമില്ല. ദൈവം തക്ക സമയത്ത് നമ്മളുടെ ആളിനെ അയച്ച് എനിക്ക് അനേക കാര്യങ്ങൾ എന്നോട് വ്യക്തമായിട്ട് സംസാരിച്ച കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ നാളുകളിൽ നമുക്കൊരു പ്രശ്നം വന്നാൽ ദൈവസന്നിധിയിലേക്കല്ല നമ്മൾ മുട്ടുമടക്കുന്നത്, പ്രവാചകന്മാരെ അന്വേഷിച്ചാണ് നടക്കുന്നത്. അതും അവർ ശ്രദ്ധിക്കണം. നമുക്കിഷ്ടമായിട്ടുള്ള ഒരാൾ പ്രവചിച്ചില്ലേ നമ്മൾ അടുത്ത ആളുടെ അടുക്കലോട്ട് ഓടും. അന്നേരം നമുക്കിഷ്ടമായിട്ടുള്ള പ്രവചനം കേൾക്കുന്നവരെ ഓടും. അന്നേരം തന്നെ ദൈവം ഇത് കണ്ടിട്ട് നിനക്കിഷ്ടമായിട്ടുള്ള പ്രവചിക്കാനുള്ള ആൾക്കാരെയും വിടും. പോഷ്കിൻ്റെ ആത്മാവിന് അത് അപ്പോൾ രാജാവിന് സംഭവിച്ചു. രാജാവിന് ഒരു ശരിയായിട്ടുള്ള പ്രവാചനെ അറിയാം. അവൻ വന്നാൽ ഒരു നന്മയും എന്നെക്കുറിച്ച് പറയത്തില്ലെന്നത് രാജാവ് പറഞ്ഞു. ഹലോ. അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ് നീഗർ എന്നു പേരുള്ള ഷീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനയിൽ ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ സത്യത്തിലുള്ള പ്രവാചകന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും പറയുന്നുണ്ട്. പക്ഷേ അവർ അത് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം എൻ്റെ കുറവുകളെ പറയുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടും, അവരവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ നമ്മളെ പുകഴ്ത്തി പറയുന്നവരെയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്.
ഒരു അഭിപ്രായം അറിയണമെന്നുണ്ട്. കൈവെപ്പ് എന്ന് അതായത് പറയുന്നത് കൈവെപ്പ് മീൻസ് ഇവിടെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന സമയത്ത് പലരുടെയും തലയിൽ കൈവയ്ക്കും. എന്നാൽ പല പാസ്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ദൈവദാസന്മാരെ കൊണ്ട് തലയിൽ കൈവെപ്പിക്കരുത്, അവരുടെ സ്പിരിറ്റ് കയറാൻ സാധ്യതയുണ്ടെന്ന്. അതിന്ന് പൊതുവെ കാണുന്ന ഒരു പ്രവണതയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഷിബു അതിനൊരു ആൻസർ പറഞ്ഞോട്ടെ. അല്ല എന്നെ കൊണ്ട് തന്നെ പറയിക്കാതെ നമുക്ക്. അല്ല, അതില് പാസ്റ്ററുടെ അഭിപ്രായം എന്താ ചിന്തിച്ചിരിക്കുന്നത്? ഇപ്പോ ഈ ദൈവദാസന്മാർ എന്തിനു വേണ്ടിയാണ് നമ്മുടെ തലയിൽ കൈവെക്കുന്നത്? ഇപ്പോൾ അങ്ങനൊരു സിസ്റ്റമായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുന്നില്ലല്ലോ. ദേവദാസന്മാർ ഏത് ശുശ്രൂഷ ചെയ്താലും ഉടനെ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രവചിക്കണമെന്നോ ദൂത് പറയണമെന്നോ ഒന്നും വേദപുസ്തകത്തിൽ നമുക്ക് സിസ്റ്റമായിട്ട് കാണുന്നില്ലല്ലോ. എന്നാൽ ആത്മനിയോഗത്താൽ ഇപ്പം പൗലോസും ഒക്കെ ഒരു ദേശത്ത് ചെന്നപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെ പകരാൻ, പരിശുദ്ധാത്മാവിന് അവരുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ രോഗികളായിരിക്കുന്നവരുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെ ചെയ്യണമെന്ന് നിയമമില്ല. പിന്നെ ഒരാൾ നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുന്നു, അബദ്ധത്തിൽ ഇപ്പോൾ ദുരാത്മാവ് ബാധിച്ച ഒരു ദൈവദാസൻ എന്ന് പറയുന്ന ആളാണെങ്കിലും നമ്മുടെ തലയെ കൈവച്ചാലുടനെ അദ്ദേഹത്തിൻ്റെ മേലുള്ള സ്പിരിറ്റ് ഒന്നും നമ്മുടെ അകത്ത് കയറണമെന്നൊന്നുമില്ല. കാരണം ഇപ്പൊ നമ്മളിപ്പോ റിയൽ ആയിട്ടുള്ള ഒരു ആത്മാവിൽ, പരിശുദ്ധാത്മാവിലായി ജീവിക്കുന്നതെങ്കിൽ ആ ആത്മാവ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ദുരാത്മാവ് കയറുമോ? ഇപ്പൊ ഏതാത്മാവാ വലുത്? മനസ്സിലായി? കോമൺ ആയിട്ടുള്ള ഒരു ഇതാ. അപ്പം അദ്ദേഹത്തിന്റെ മേലുള്ള സ്പിരിറ്റ് നമ്മുടെ മേൽ കയറണമെങ്കിൽ ആ സ്പിരിറ്റിന് കയറാനുള്ള വാതിൽ നമ്മുടെ അകത്തുണ്ട്, നമ്മൾ തുറന്നിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ കയറത്തില്ല. നമ്മൾ റിയലായിട്ടാ നിൽക്കുന്നെങ്കിൽ ആരെല്ലാം വന്ന് നമ്മുടെ തലേ കൈ, റിയലായിട്ടാ നിൽക്കുന്നതെങ്കിൽ ആ ആളുടെ തലേ കൈ വെക്കത്തുമില്ല. ഇപ്പം വേറൊരു ആത്മാവ് നയിക്കപ്പെടുന്ന ഒരാള് ആ കൃത്യമായ ആളുടെ മേൽ കൈവെക്കത്തില്ല. റിയലായിട്ടാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ ആ ശുശ്രൂഷയിൽ ഭാഗവാക്കാകത്തുമില്ല. സത്യം മനസ്സിലായ ഒരാള് ആ സത്യത്തിന്റെ വചനത്തിന് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ, അവൻ അതിനോടെ പ്രതികരിക്കത്തുള്ളൂ. ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്നവര് ഇപ്പം കൂടുതൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരുടെ മേലെ തലേ കൈവെക്കുന്നത്. ഇപ്പൊ ഒരു മീറ്റിങ്ങിന് പോയാൽ ആ ശുശ്രൂഷയോട് ആഭിമുഖ്യം പുലർത്തി ഭയങ്കരമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുടെ മേലെ എന്നാ കണ്ണു തുറന്ന് ഇങ്ങനൊന്ന് നോക്കിക്കൊണ്ടൊന്ന് ഇരുന്ന് ആ ആൾക്കാരുടെ മേൽ കൈവെക്കത്തില്ല. നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം അല്ലേ? അപ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആ വചനം ശ്രദ്ധിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ആളിനെ ആൾക്കാർ മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷെ വചനം കേൾക്കാതെ സ്വോത്രം പറഞ്ഞ് ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞ് കൈയൊക്കെ അടിച്ചിട്ടിരിക്കുന്ന ആളിന്റെ മേലാണ് കൈയും വെക്കും, വേണമെങ്കിൽ കുറെ കാര്യങ്ങളും പറയും. അതൊന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ലോകത്തിൽ അനേക കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയാതെ നമുക്കറിയാം, പൗലോസും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവരും ചെന്ന് അവരെ ഓടിച്ച് തുണിയെല്ലാം കീറിക്കഴിഞ്ഞ് അവരെ ഓടിച്ചായിട്ട് കാണുന്നുണ്ട്, ഓടിക്കൊണ്ടുപോയി. ദൈവത്തിൻ്റെ ഹിതമല്ലാതെ ഒരുത്തൻ ചെയ്തു കഴിഞ്ഞാൽ അതും സംഭവിക്കാൻ കാരണമുണ്ട്. അത് ആവശ്യമില്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടാത്ത കൃപകൾ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയും വചനത്തിൽ പറഞ്ഞുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരുമുണ്ട്. കാര്യം അനേകർ ഭൂതത്തെ പുറത്താക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ അനേക കാര്യങ്ങൾ ഞാനും കടന്നു പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവദാസന്മാരോട് കടന്നു പോകുമ്പോൾ ആദ്യം ആരും പ്രാർത്ഥിക്കാൻ വരത്തില്ല, ധൈര്യമില്ല. ഇത് ഒന്ന് അനങ്ങി തുടങ്ങുമ്പം എല്ലാവരും കൂടി ഓടി വന്ന് കൈവെക്കും, ഇതോട്ട് പോകത്തുമില്ല. കാര്യം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. അന്നേരം നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ചെയ്യുന്നവരുമുണ്ട്, അല്ലാതെ ചെയ്യുന്നവരുമുണ്ട്. കൈവച്ച് പിന്നെ കൈവെപ്പെന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരാളെ നമ്മൾ അംഗീകരിക്കുന്നതാ കൈവെപ്പെന്ന് പറയുന്നത്.
അത് ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് വലിയ ഒരാളെ കൊണ്ടുവന്ന് കൈവയ്ക്കുന്നതല്ല ദൈവത്തിൻ്റെ പ്രമാണം. ലോക്കലായിട്ടുള്ള മൂപ്പന്മാരെ ഇരുത്തി ആ ദൈവത്തിൻ്റെ അധ്യക്ഷനെ കൈവച്ച് പ്രാർത്ഥിച്ചാക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രമാണം. അതാ ദൈവത്തിൻ്റെ വചനത്തിൽ കിടക്കുന്നത്. സഭയിൽ മൂപ്പന്മാർ വേണം. അങ്ങനെ എല്ലാത്തിടവും ഉണ്ട്. പക്ഷേ അവരാദ്യം ബിഗിനിങ് ആയിട്ട് തുടങ്ങുന്നവരായിരിക്കാം. രണ്ടുപേരെ ഉള്ളായിരിക്കാം, സഹോദരിമാരെ ഉള്ളായിരിക്കാം. അത് അവരുടെ ബിഗിനിങ് സ്റ്റേജ്. അതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല. ഞാൻ പറയുന്നത്, എന്നാൽ ഒരു സഭയായിട്ട് വളർന്നു കഴിയുമ്പോൾ അതിനകത്ത് ഒരു പാസ്റ്റർ മാത്രമല്ല വേണ്ടിയത്, അതായത് അധ്യക്ഷൻ മാത്രമല്ല വേണ്ടിയത്. അതിനകത്ത് മൂപ്പന്മാരെന്ന് പറയുന്ന പ്രായത്തിലല്ല മൂപ്പന്മാരാക്കുന്നത്, ദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടത്തെ ആ മൂപ്പന്മാരാക്കി വെക്കുന്നത്. ആ ശുശ്രൂഷയിൽ കൈത്താങ്ങൽ കൊടുക്കാൻ ഒക്കുമെന്ന ഒരാളെ ആ മൂപ്പനാക്കി വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ആ ദൈവത്തിൻ്റെ ദാസനോട് ഒരു തെറ്റ് കണ്ടാൽ പറയാൻ വയ്യാതെ കൂനി നിൽക്കുന്നവനെ മൂപ്പനാക്കാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ദൈവദാസൻ വത്സം പാസ്റ്ററോട് ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. ഒരു തെറ്റ് കണ്ടാൽ പബ്ലിക്ക് പറയുക എന്നുള്ളതല്ല, പറയുന്നെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ദൈവദാസനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അല്ലെങ്കിൽ ദൈവസന്നിധി ഞാൻ മൂപ്പനായിരിക്കത്തില്ല. അന്നേരം മൂപ്പന്മാരാൽ കൈവെപ്പ് നടത്തുന്ന ഒരു അധ്യക്ഷനെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ കൈവെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ പ്രമാണമല്ല. ദൈവവചനത്തിൽ നോക്കിയാൽ മൂപ്പന്മാർ പിന്നെ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അനേക രീതിയിലുള്ള കൈവെപ്പുകളുണ്ട്. ഇപ്പം നിങ്ങളിൽ ഒരാൾ രോഗിയായിരുന്നാൽ സഭയിലെ മൂപ്പനെ വരുത്തി എണ്ണ പൂശി പ്രാർത്ഥിക്കണമെന്നല്ല, അത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. തമ്മി പാപങ്ങളെ ഏറ്റുപറയണം. ഒരുവൻ പ്രാർത്ഥിക്കണം. അന്നേരം എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നത് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. തമ്മി പാപങ്ങളെ ഏറ്റുപറയുന്നത് കുറച്ചേ കണ്ടിട്ടുള്ളൂ. അത് ചെയ്യാറുമില്ല. കുപ്പി പോക്കറ്റ് എടുത്തുകൊണ്ട് എണ്ണ ഇട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന ആൾ തൻ്റെ കുറ്റങ്ങളെ ഏറ്റുപറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഇത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്ന കാര്യങ്ങൾ, ഇവിടങ്ങളിലൊന്നുമല്ല. അന്നേരം എണ്ണ പൂശി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന് ഒരു വചനത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. അന്നേരം അവർ മൂപ്പനെ വരുത്തട്ടെ, മൂപ്പൻ അവരെ വരുത്തട്ടെന്നല്ല, മൂപ്പന്മാർ അങ്ങോട്ട് കടന്നു ചെന്നിട്ട് പാപമാണ് അത് സഹോദരന് അത് വരാനുള്ള കാരണം. അത് സഹോദരൻ്റെ മാത്രം കുഴപ്പമല്ല, ഈ മൂപ്പന്മാരുടെ കുഴപ്പം കൂടെ. അന്നേരം ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? സഹോദരൻ്റെ മാത്രം കുഴപ്പമല്ല, ഈ മൂപ്പന്മാരുടെ കുഴപ്പം കൂടെ. അതുകൊണ്ടാണ് നിങ്ങൾ ക്രമീകരണം പ്രാപിച്ചിട്ട് എണ്ണ പൂശി പ്രാർത്ഥിക്കണം. അന്നേരം ആ വചന അടിസ്ഥാനം ഇല്ലാതെ ചുമ്മാ പോക്കറ്റിൽ നിന്ന് ഒരു കുപ്പി എടുത്തിട്ട് പ്രാർത്ഥിച്ച് ഒരു വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ അവിടെ എല്ലാം പോക്കറ്റ് കുപ്പി ഇട്ടുകൊണ്ട് കിടക്കുക. ഒരു കാര്യം പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ഈ സാധാരണ ഒരു ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കയ്യൊപ്പ് ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ പിന്നെ നടക്കുന്നത്. പക്ഷെ നമ്മൾ അപ്പോസ്തലരുടെ പ്രവൃത്തി 8-ാം അധ്യായത്തിൽ പരിശോധിക്കുമ്പോൾ, ഈ പീലിപ്പോസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ 4-ാം വാക്യം, ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. പീലിപ്പോസ് സമര്യ പട്ടണം ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പീലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവർ പറയുന്ന ഏക മനസ്സോട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. വാസ്തവത്തിൽ ഒരു കയ്യൊപ്പ് ശുശ്രൂഷ നമ്മൾ എടുക്കണ വേണ്ടെന്ന് വാസ്തവത്തിൽ വളരെ ആലോചിച്ച് പ്രാർത്ഥിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം വചനം സുവിശേഷിച്ചപ്പോൾ തന്നെ ഭൂതങ്ങൾ വിട്ടുപോയി എന്ന് വചനം പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. ചിലടത്ത് വാസ്തവത്തില് ഭൂതങ്ങളുടെ മേൽ കൈവച്ച് ആരും ഭൂതങ്ങളെ ഇറക്കിയതായിട്ട് എങ്ങും പറയുന്നു. അപ്പൊ അതാണ് ഭൂതങ്ങളെ കൈവച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രാർത്ഥിക്കണം. വാസ്തവം കർത്താവ് ശാസിച്ചു, പുറത്താണ് നടക്കുന്നത്, വിട്ടുപോകുന്നു. ഇല്ല, അപ്പൊ നമ്മൾ ആ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ വളരെ പ്രാർത്ഥിച്ച്, കാര്യം ആവശ്യമില്ലാത്ത കാര്യം ചെയ്ത് നമ്മളെ നയിക്കും ചെയ്യാണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. വചനം ഇത് പറയുന്നു, അപ്പോസ്തലരുടെ പ്രവൃത്തി 8-ാം അധ്യായം. ഇനിയും സമയമുണ്ട്, പെട്ടെന്ന്. അങ്ങനെ ഒരു പൊസിഷൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിലുണ്ട്. അപ്പോസ്തലരുടെ പ്രവൃത്തി പറയുന്നുണ്ട്, സ്ത്രീകൾ തുണി തല കൈ ഇട്ടുകൊണ്ട് പ്രവചിക്കട്ടെ എന്ന് പറയുന്നുണ്ട്.
പീലിപ്പോസിൻ്റെ 2 പെൺമക്കളുണ്ടായിരുന്നു, അവർ പ്രവചിച്ചായിട്ട് എഴുതുന്നുണ്ട്. പ്രവചിക്കുന്ന മക്കളാണെന്നാ ശരിയാ. എന്നാൽ ഓഫീസായിട്ടില്ല, പക്ഷെങ്കിൽ പ്രവചിക്കുന്ന ഒരു തലേ തുണിയിൽ പൊസിഷൻസ് ഇല്ല, പക്ഷെങ്കിൽ പ്രവചിക്കുന്നവരുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് പറയുന്നതനുസരിച്ച് പുരുഷൻ്റെ തലമേൽ കൈവെക്കാൻ അധികാരമില്ല. ദൈവത്തിൻ്റെ വചനം അതാ. സ്ത്രീകളായ ഒരു പുരുഷൻ്റെ തലമേൽ ഇന്ന് എല്ലായിടത്തും കാണുന്നുണ്ട്, പക്ഷെ വചനം അങ്ങനെ. സത്യം ഇതാണ് കിടക്കുന്നത്. പുരുഷൻ്റെ മേൽ ഒരു സ്ത്രീകൾക്കും അധികാരമില്ല. എന്നാൽ സ്ത്രീകളുടെ സഭയുണ്ടോ? എനിക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. ചിലയിടത്ത്, അതായത് പത്തനംതിട്ടയിൽ അവർ ആദ്യം കൂടിയപ്പോൾ സ്ത്രീകൾ മാത്രമേ ഉള്ളായിരുന്നു. ആദ്യം വിശ്വാസത്തിൽ വന്ന ഒരു കൂട്ടർ. അവിടെ സ്ത്രീകളെ ശുശ്രൂഷിക്കുന്നു. സ്ത്രീകളുടെ ശുശ്രൂഷിക്കുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ മീറ്റിങ്ങിൽ സ്ത്രീകൾ ശുശ്രൂഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഷിബു പറഞ്ഞ പോലെ ഒരു പൊസിഷൻസ് അവിടെ എങ്ങും പറയുന്നതായിട്ടില്ല. എന്നാൽ പ്രവചനം ഉള്ള സ്ത്രീകളുണ്ടോ? ഉണ്ട്. അവർ തലേ തുണി ഇട്ടുകൊണ്ട് പ്രവചിക്കട്ടെ എന്ന കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു. പല സഭകളും അംഗീകരിക്കുന്നുമുണ്ട്, അംഗീകരിക്കാത്തതുമുണ്ട്. പക്ഷേ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പുരുഷൻ്റെ ചെയ്യേണ്ട ജോലിയാണ് ലീഡർഷിപ്പ്. ഒരു ആലോചന ഉണ്ടെങ്കിൽ കഴിവതും പുരുഷന്മാർക്ക് ഒരു ആലോചന കൊടുക്കുന്നതല്ല. ഒരു ആലോചന എന്ന് പറയുമ്പോൾ ആ സഹോദരിമാരെന്നുള്ള ഒരു ചെറിയ ആലോചന കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അഡ്വൈസറായിട്ട് നിൽക്കുന്നില്ല. എനിക്ക് ദൈവം ഇന്ന കാണിച്ചു തന്നു, ദൈവത്തിൻ്റെ ആലോചന എനിക്ക് ഇന്നതുണ്ടായിരുന്നു, ഒരു സാക്ഷിയുമായിട്ട് എനിക്ക് ഇന്ന ദൈവം കാണിച്ചു തന്നു, അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടോയെന്ന് ദൈവദാസ എനിക്കറിയത്തില്ല. അങ്ങനെ അത് തരില്ല. എന്നാൽ ഇന്ന് അധികാരത്തോടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താട്ടെന്ന് പറഞ്ഞ് ആ ലീഡർഷിപ്പ് എടുക്കുന്നെങ്കിൽ ദൈവവചനത്തിൽ അങ്ങനെ അനുവദിച്ചായിട്ട് പുതിയ നിയമത്തിൽ കാണുന്നില്ല, ചെയ്യാറില്ല. പക്ഷേ പരിജ്ഞാനമുള്ള വലിയ സഹോദരിമാർ ചെയ്യുന്നതാണ് ഇവർ ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. സമയമില്ല, വേഗമാവട്ടെ. വേഗമാവട്ടെ. മറ്റൊരു ഞങ്ങളെ പഠിപ്പിച്ചു. ഇനി ഞങ്ങൾ മറ്റുള്ളവരെ നയിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ നേടണമെങ്കിൽ, ആത്മാക്കളെ നേടണമെങ്കിൽ തെറ്റായ രീതിയിൽ പഠിപ്പിക്കാതെ അവർ സത്യത്തിലേക്ക് നടത്തി സത്യം തന്നെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്തോ ഒരു സംശയം അത് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുന്നത് ഞങ്ങൾ വചനം കേട്ടു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ തെറ്റാതെ പറഞ്ഞു കൊടുക്കണമല്ലോ. ഞാനിപ്പോൾ വചനം കേട്ടു, ഞാൻ മറ്റുള്ള ഒരാളെ വിടിവിക്കണമെങ്കിൽ ഞാൻ സത്യം തന്നെ അവരോട് പറയണം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പോൾ ഈ കേട്ട വചനത്തിൽ നമ്മൾ കുഴപ്പമില്ല, അങ്ങനെയുള്ള സംശയങ്ങൾ നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. തലേ തുണിയിടുന്ന കാര്യങ്ങളും അത് ഞാൻ വിശ്വാസി വന്നപ്പോഴേ ഉള്ള കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഈ തലേ കൈവെക്കുന്ന അങ്ങനെയൊക്കെ ഓക്കെ. പക്ഷെ ഈ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗൗരവമായ കാര്യമാണ്. ഉള്ള സമയം അതാ ഞാൻ പറഞ്ഞേ. കാര്യം ചതിക്കപ്പെടുന്ന ഒത്തിരി പേരുണ്ട്, ചതിക്കപ്പെടുന്ന പ്രഷർ ചെയ്യുന്നത് ഒത്തിരി പേരുണ്ട്. ദൈവദാസന്മാർ തന്നെ അത് പ്രഷർ ചെയ്യും. അനേക ഇടങ്ങളിൽ ഇവർ വരുമ്പോഴേ ആവശ്യമുള്ള ന്യൂസുകൾ പ്രവാചകന് പറഞ്ഞു കൊടുക്കും, അതനുസരിച്ച് അവർ ശുശ്രൂഷിക്കുന്നു. നമ്മൾ ആരെയും വ്യക്തിപരമായിട്ട് ചൂണ്ടല്ലേ. ന്യൂ ജനറേഷൻ സഭ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ആവരണ വിഷയം, ഈ അനുഗ്രഹത്തിൻ്റെ വിഷയം, അതുപോലെ തന്നെ ഈ അനുഗ്രഹത്തിൻ്റെതും സമ്പത്തുണ്ടാക്കുന്ന വിഷയങ്ങൾ, അതായത് സൈക്കിളും കൊണ്ടുവന്ന് മോട്ടോർ ബൈക്കും കൊണ്ടുപോവുക, മോട്ടോർ ബൈക്കും കൊണ്ടുവന്ന് കാറും കൊണ്ടുപോവുക, കാറും കൊണ്ടുവന്ന് ലോറിയും കൊണ്ടുപോവുക,
ഇപ്പോഴാകുന്നു അനുഗ്രഹത്തിൻ്റെ സമയം. അപ്പോൾ ഇങ്ങനെയുള്ളതായ വിഷയങ്ങൾ അവിടെ പ്രസംഗിക്കുകയും ഇതൊക്കെ കേട്ടിട്ട് റിയൽ ഉപദേശം കിട്ടിയ പെന്തക്കോസ്റ്റ് ഉപദേശം കിട്ടിയ പലരും അതിൽ നിന്ന് പിന്മാറിയിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് ഇപ്പോഴാണ് ഞങ്ങൾ സത്യം മനസ്സിലാക്കിയത്, ഇത് കുറച്ച് നേരത്തെ അറിയേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും ആഭരണമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കാഴ്ച ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർ ശരിക്കും ദൈവത്തിൻ്റെ വചനം പഠിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സഭയിൽ പിടിച്ചു നിർത്തുവാനും അവരെ പത്യോപദേശത്തിൽ വളർത്തിയെടുക്കുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ ആ ദൈവത്തിൻ്റെ മക്കളെ എപ്രകാരം ഉപദേശിച്ച് നിലനിർത്തണം, അവർക്ക് പത്യവചനം കൊടുത്ത് ആ ദൈവവചനത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവദാസന്മാരുടെ ചുമതല. എന്നിട്ട് ദൈവദാസന്മാരും പിന്നെ തെറ്റിപ്പോകരുത്. അതാണ് നമ്മളിന്ന് പകല് കേട്ടത്. തെറ്റിപ്പോകാതിരിക്കാൻ പൗലോസ് ചെയ്തതുപോലെ സ്വയം ദണ്ഡിപ്പിച്ചു. ആ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിലനിർത്തുന്നതായ ഒരു മനോഭാവം. അപ്പോൾ അങ്ങനെയുള്ളതായ ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാനാണ് നമ്മുടെ ഈ കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ പറഞ്ഞത്. ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മൾ വചനം വായിച്ചു, ധ്യാനിച്ചു, ഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരുപാട് വചനം നമ്മൾ കേട്ടു ഇല്ലേ? നമ്മൾ അത് കേട്ടപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്, അല്ല ഇത്ര നാളെ വചനം കേട്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ ദേവദാസന്മാർ വന്ന് പഠിപ്പിച്ചപ്പം ഈ വചനം കേട്ടത് നമുക്ക് എന്തെങ്കിലും അതിൽ അസത്യമായതുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവണം. നമ്മൾ നാളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മളിത് കേട്ടത് സത്യം അപ്പുറോട് പറയണമെങ്കിൽ ഇത് സത്യമായിരിക്കണമല്ലോ. ഞാനിപ്പോൾ ഇത് സത്യമെന്ന് മനസ്സിലാക്കിയത് ഞാൻ മുമ്പ് കേട്ട വചനങ്ങളൊന്നും ചിലതൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു. വചനം കേട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ പ്രസംഗം കേട്ട് കഴിഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇത് പറഞ്ഞത് ക്ലിയർ അല്ലോ, ഇവിടെ എന്തോ ഒരു തെറ്റുണ്ടല്ലോ, ഞാനത് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വത്സംഭാഷനെ കാണുന്നത്, രാജുഭാഷനെ കാണുന്നത്. ഇവിടെ കേൾക്കുമ്പോൾ എനിക്ക് വ്യക്തമാണ് വള്ളിയും പുള്ളിയും മാറുന്നില്ല, കറക്റ്റ് വചനമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത്രയും ദേവദാസന്മാരുണ്ട്. നിങ്ങൾ ഈ കേട്ടതിൽ ഇത്ര നാളും കേട്ട വചനത്തിൽ നിന്ന് വ്യത്യാസമുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള വചനം കേട്ടതുപോലെ തന്നെയാണോ, അതോ ഇത് തന്നെയാണോ സത്യം? ഇതിന് എവിടെയെങ്കിലും ഒരു വീഴ്ച ഈ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് ചോദിക്കാനാണ് ഞാൻ വ്യക്തമായിട്ട് ദൈവമക്കളോട് ആവശ്യപ്പെടുന്നത്. ഉൽപ്പത്തി 4-ാം അധ്യായത്തിലെ ഒരു യാഗം, കായീനും ഹാബേലും യാഗം അർപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ആ കാര്യത്തെപ്പറ്റി സംസാരിച്ചു. കായീൻ്റെ യാഗം സ്വീകരിക്കാതിരുന്നത് രക്തം ചിന്താത്തതിൻ്റെ പേരിലാണത്തെ ഒരു യാഗമായിരുന്നു കൊണ്ടാണ്. ആബേലിൻ്റെ രക്തം ചിന്തിയ യാഗമായിരുന്നത് കൊണ്ടാണ് ദൈവം സ്വീകരിച്ചതെന്ന് പറഞ്ഞു. ഈ കാര്യത്തെപ്പറ്റി തന്നെ അനേകം പാസ്റ്റർമാരുടെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് പറയുന്ന ഒരു കാര്യം, കായേനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല എന്നാണ്. ആ പ്രസാദിക്കാത്ത കാര്യം ഇപ്പോൾ ഇന്ന് രാജാനും പറഞ്ഞു, ഇന്നലെ പറഞ്ഞെന്ന് തോന്നാണ്, രക്തം ചിന്താത്തത് കൊണ്ടാണ് ദൈവം പ്രസാദിക്കാതിരുന്നത് എന്ന് പറയുന്നത്. ഈ ഒന്ന് മാറ്റി തന്നാൽ കൊള്ളാം. യാഗത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം നോക്കിയാൽ എങ്ങനെയാണ് ആ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന പ്രമാണം തന്നെയാണ് ഇന്ന് നമുക്ക്, അതായത് അനുസരണക്കേടും അനുസരണവുമാണ് നമ്മുടെ പ്രമാണം തന്നെ. ദൈവം പറയുന്നതിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ടാണ് ഒരാൾ മരിക്കാനിടയായത്. ആദ്യം മുതൽ ഉള്ളതാണ് അവസാനം വരെ ഉള്ള ദൈവത്തിൻ്റെ നിയമങ്ങൾ. ഈ പൊതു നിയമങ്ങൾ നോക്കിയാൽ യാഗമെന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള യാഗം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗം കഴിച്ചതാണ്. ആ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിൽ നിഴലായിട്ടാണ് പല കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് തലമേ കൈവച്ച് അനേക രീതിയിലുള്ള യാഗങ്ങളുണ്ട്. ഇത് വഴിപാടെന്നാണ് പറയുന്നത്. അന്നേരം ദൈവം പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യത്തിനും ശിക്ഷാവിധിയില്ല. ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചതല്ല യാഗം. ദൈവം അവരോട് പറഞ്ഞു കൊടുത്തേക്കുന്ന പ്രമാണപ്രകാരം നമ്മുടെ സ്വന്തത്തിൽ നിന്നടുത്തല്ല, ദൈവം ഒരു പ്രമാണം ഇട്ടിട്ടുണ്ട്. ഇപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടെ അല്ലാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആണെന്ന് പറയുമ്പോൾ ഒരു കൂട്ടം കർത്താവ് തന്നെ പറഞ്ഞു, അതായത് സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞു, യോഹന്നാൻ അവനെ വിലക്കിയാണ് സകലതും
അത് നിറവേറണമെന്നുള്ള ഇതിൽ പറഞ്ഞിട്ട് സ്നാനപ്പെടുന്ന അവസ്ഥയിലേക്കാണ് വന്നത്. ആ സ്നാനം കർത്താവ് തന്നെ മുടക്കായിരുന്നു. ഇന്ന് അനേകർ പ്രാർത്ഥന കൊണ്ട് സ്നാനത്തിൻ്റെ ആവശ്യമില്ലെന്ന് അനേകർ പറയുന്നു. സ്നാനം ജസ്റ്റ് ഒരു അമേരിക്കയിൽ ഈവൻ വലിയ വലിയ ദൈവദാസന്മാർ പറയുന്ന സ്നാനം ഒരു റിച്വലിസമാണ്, അതായത് ഒരു ചടങ്ങാണ്, അതിനകത്ത് വലിയ കഥയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യവും ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യം ഒന്നിന് അടിസ്ഥാനം ഇല്ലാതല്ല വേറൊരു കാര്യം. ഇവിടെ ഗിദെയോന് വഴിപാടാണ് നടത്തിയത്. വഴിപാട് നടത്തിയപ്പം പുളിപ്പില്ലാത്ത അപ്പവും മാംസവും കൊണ്ടാണ് നടത്തിയത്. അന്നേരം വഴിപാടെന്ന് പറയുന്നത് അതാണെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള യാഗങ്ങളെക്കുറിച്ച് ഏതെല്ലാം ആയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അറിയാം ഒന്നിനൊന്നിച്ച് ചേരാത്ത ഒരു കാര്യവും ദൈവവചനത്തിലില്ല. അന്നേരം തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്ത് പച്ചക്കറി കൊണ്ട് യാഗം നടത്തിയതായിട്ട് ദൈവവചനത്തിലെങ്ങും ഇല്ല. യാഗം നടത്തിയതായിട്ട് എങ്ങും ഇല്ല. അതായത് ഇപ്പം ഒരുത്തൻ ഹിന്ദുവാണ്, ഒരുത്തൻ മുസ്ലിമാണ്, അതുകൊണ്ട് അവൻ്റെ ദൈവത്തെ വിശ്വസിച്ചാൽ സ്വർഗത്തിൽ കിടക്കുമോ? അല്ല, ഞാൻ പറയുന്നത് അന്നേരം കുഴപ്പമില്ല. വഴിപാടിനൊരു നിയമമുണ്ട്. പറഞ്ഞോട്ട് പറഞ്ഞു പ്രമാണമുണ്ട്. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇല്ല. ഈ ദൈവവചനത്തിൽ ആദ്യം കുഞ്ഞാടിനെ കൊന്നാണ് അവർക്ക് വസ്ത്രം തന്നെ ധരിപ്പിച്ചത്. അതല്ല ഞാൻ ചോദിക്കുന്നത്, എൻ്റെ യാഗത്തെ പറ്റിയാണ്. യാഗത്തെപ്പറ്റി നിങ്ങൾക്ക് എൻ്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ കയ്യിൻ്റെ അബലിൻ്റെ വിഷയമാണ് ആ യാഗം. ഇവിടുത്തെ യാഗം രാജാൻ പറഞ്ഞത് ശരി തന്നെ. ഇവിടെ രണ്ടുപേര് ദൈവസന്നിധിയിൽ വഴിപാട് കഴിക്കാൻ വന്നു. ഈ രണ്ടുപേരിൽ ഒരാളുടെ യാഗത്തിൽ പ്രസാദിച്ച്, അതെ, അപ്പോൾ ഒരാളുടെ യാഗത്തിൽ പ്രസാദിക്കാത്ത കാര്യം അതിൻ്റെ താഴെ പറയുന്നുണ്ട്. ദൈവം അവനോട് പറയുന്നു, നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം. നന്മ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആബേൽ യാഗം കഴിച്ച പോലുള്ള പ്രമാണം ഉണ്ടായിരുന്നു. അപ്പച്ച ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എല്ലാ വചനങ്ങളിലും ആർഗ്യൂ ചെയ്ത് നമുക്ക് എല്ലാം സ്ഥാപിക്കാനൊക്കത്തില്ല. ഇപ്പോൾ അപ്പച്ചനെ ആത്മീയത്തിൽ അത് വല്ല ബാധിക്കുന്നുണ്ടോ? ദൈവത്തിൽ വളരാൻ അത് വല്ല ബാധിക്കുന്നുണ്ടോ? ഇവിടെ വഴിപാട് അവനിലാദ്യം ദൈവം പ്രസാദിക്കണില്ല. കയ്യനില് ദൈവം പ്രസാദിക്കാത്തത്രയും കാലം കയ്യന്റെ വഴിപാടിലും പ്രസാദിക്കണില്ല. അവിടെ കയ്യനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ കയ്യനില്, അതെ, അപ്പൊ അവന്റെ സ്വഭാവം താഴെ പറയുന്നുണ്ട്. അവനിൽ ദൈവം പ്രസാദിക്കാതിരുന്നത് അല്ല, അവിടുത്തെ യാഗത്തിന്റെ വിഷയമാണ്. അതാണ്, അവനിൽ ദൈവം പ്രസാദിക്കണില്ല. അവനിഞ്ഞി 100 ആടിനെ കൊടുത്താലും ദൈവം പ്രസാദിക്കില്ല. മനസ്സിലായ? അവനിപ്പോ കയ്യൻ 100 ആടിനെ കൊടുത്താലും ദൈവം പ്രസാദിക്കില്ല. അതിന്റെ കാരണം കയ്യൻ ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമില്ലാത്തവനാണ്. അവന്റെ റൂട്ട് അതാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് പ്രസാദമുള്ള ഒരാൾ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അല്ലാതെ ഏത് കാര്യം ചെയ്താലും നടക്കത്തില്ല. ഇത് രണ്ടും ബാധകമാണ്. ഇപ്പം ദൈവവചനപ്രകാരം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ദൈവപ്രസാദം നമുക്കുണ്ടാവും. അതായത് വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു,
നമ്മൾ പറയുന്നു പുണ്യപ്രവർത്തികളാൽ ഒരാളും നീതീകരിക്കപ്പെടുന്നില്ല. അന്നേരം നാം നമ്മുടെ പുണ്യപ്രവർത്തികളാൽ നന്മ ചെയ്യുന്നതുകൊണ്ടാണോ നമ്മളെ കർത്താവിൽ വേർതിരിച്ചെടുത്തത്? അല്ല. നമുക്ക് നന്മ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ കർത്താവിൽ എടുത്തെങ്കിൽ ഹിന്ദുക്കളായിരുന്നു ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നതും പാപം ചെയ്യാതിരിക്കുന്നതും കൂട്ടർ. അന്നേരം നന്മ ചെയ്യുന്നതുകൊണ്ടല്ല നമ്മൾ. ദൈവം നോഹയോട് പറഞ്ഞു പെട്ടകം ഉണ്ടാക്കുക, അതിനളവും കൊടുത്തിട്ടാണ് നോഹയോട് പറഞ്ഞത്. അതുപോലെ ചെയ്തെന്നാണ് എഴുതിയേക്കുന്നത്. മോശയോട് ഇത് അതായത് സമാധാന കൂടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. മോശയോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് മോശയുടെ ഇഷ്ടത്തിനല്ല ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞത്, അളവും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്. അന്നേരം ദൈവവചനത്തിൽ ഏതെങ്കിലും കാര്യം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ ദൈവം നിയമം ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എഴുതപ്പെട്ടാലും കൊള്ളാം. ഇപ്പോൾ എന്നോട് പറയുന്നു നീ കർണാടകയിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൽ കർണാടക എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു കർണാടകയിൽ പോകാൻ പറഞ്ഞു. അത് ദൈവവചനത്തിലില്ല. പക്ഷെ പോകുന്നത് ഞാൻ ദൈവത്തെ സന്നിധി ഇരുന്ന് പ്രാപിച്ചുകൊണ്ട് പോകണമെന്നുള്ള ദൈവത്തിൻ്റെ നിയമമാണ്. ഞാൻ പോകുന്നത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടിയും കെട്ടി എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതല്ല. ദൈവം എന്തിനാണ് എന്നെ അയക്കുന്നത്? ദൈവസന്നിധി ഇരുന്ന് പ്രാപിച്ചിട്ട് പോകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആ ആലോചനയ്ക്ക് ഒത്തു പോകുന്നില്ല എങ്കിൽ ഞാൻ പോയോണ്ടും കഥയില്ല. എന്നോട് സംസാരിച്ചിരിക്കും ദൈവം പോകാൻ. എന്നാൽ അത് നമ്മൾ ഇപ്പം ഞാൻ പറയുന്നത് ഈ അടുത്ത കഴിയുമ്പോൾ സംസാരിക്കാം. പറ്റാ ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം മാത്രം. 8 ഒരേ ഒരു ചോദ്യം. ഇപ്പൊ പല സഭകളിലും കത്രിമേശ കൊടുക്കുന്നുണ്ട്. നല്ല ചോദ്യം. പറഞ്ഞോട്ടെ, എന്തോ ജ്ഞാനപ്പെടാത്തവർക്ക് കത്രിമേശ കൊടുക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? ഈ കർത്തൃമേശയുടെ ഉദ്ദേശം എന്തുവാണ്? അപ്പോസ്തല പ്രവൃത്തിയിൽ ആർക്കാണ് കർത്തൃമേശ കൊടുത്തിരുന്നത്? 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് ഉപദേശം കൈക്കൊണ്ടും കൂട്ടായ്മ ആചരിച്ചും തിരുവത്താഴം കഴിച്ചും പോകുന്ന ദൈവവചനത്തിൽ എഴുതിയേക്കുന്നത്. വീടുകളിൽ കൂടി വരുമ്പോൾ അവർ കൂട്ടായ്മ ആചരിച്ചു എന്നുണ്ട്. വീടുകളിൽ കൂടി അപ്പം നുറക്കാൻ കൂടിയെന്നാണ് എഴുതിയേക്കുന്നത്. വീടുകളിൽ അവർ പള്ളികളിൽ കൂട്ടായ്മ ആചരിച്ചും വീടുകളിൽ അപ്പം നുറുക്കിയും പോകുന്നെന്നും എഴുതിയിട്ടുണ്ട്. അന്നേരം ഈ കൂട്ടായ്മ ഇപ്പം ചർച്ചുകളിലായിരിക്കണമെന്നില്ല. നമ്മൾ 2-3 പേര് കൂടിയാൽ കർത്തൃമേശ നടത്തുന്നതിന് ദൈവവചനത്തിന് ഇത് തെറ്റില്ല. അവിടെ സ്നാനം പറയുന്നില്ല. രക്ഷിക്കപ്പെട്ട സ്നാനം, ഈ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, കർത്താവിൽ ചേരാത്തവരും എങ്ങനെയാണ് കൂട്ടായ്മ അനുഭവിക്കുന്നത്? അങ്ങനെ ആ ദൈവവചനത്തിൽ മുടനീളം കാണുന്ന കാര്യങ്ങൾ ചേരാനാ. കർത്താവിനെ അനുസരിക്കേണ്ടവരാരാ? കർത്താവിൽ ജനിച്ചവരാണ് കർത്താവ് വളരേണ്ടത്. ജനിക്കാത്തവർ വളരുന്നത് എങ്ങനെയാണ്? അന്നേരം വചനപ്രകാരം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് കർത്തൃമേശ അവകാശമായിട്ടുള്ളൂ. ഭാഗമെന്ന് സഭയോട് ചേർന്നെന്ന് എഴുതിയിരുന്നു. രക്ഷിക്കപ്പെടും. 3000 പേര് രക്ഷിക്കപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും കർത്തൃമേശ എടുത്തും പോകുന്ന ദൈവവചനത്തിൽ എഴുതിയേക്കുന്നത് അല്ല. ദൈവവചനത്തിൽ കാണുന്ന അങ്ങനെ. അല്ലാതെ ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ? അല്ലാതെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടോ? ശരി, വേറെ ആർക്കൊന്നും. എന്നാൽ ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് സന്നിധി
എയ്മൻ TV നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ TV നെറ്റ്വർക്ക് ട്രിവാൻഡ്രം കേരള